തിരുവനന്തപുരം ശ്രീചിത്രയിൽ പ്രതിസന്ധികൾ ഒഴിയുന്നു. പ്രധാന ശസ്ത്രക്രിയകൾ തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. അമർ ഫാർമസിയുമായി കരാറിലേർപ്പെട്ട ഉപകരണങ്ങൾ എത്തിക്കും. ഇന്നലെ തന്നെ സാധാരണ ശസ്ത്രക്രിയകൾ വീണ്ടും ആരംഭിച്ചിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് നടപടിക്ക് കൂടുതൽ സഹായകരമായത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തതയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടിയന്തരമായി നടത്തിയ ഇടപെടലാണ് തിങ്കളാഴ്ച മുതൽ മേജർ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുന്നത്. അമൃത് ഫാർമസിയുമായി കരാറിലേർപ്പെട്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ലഭ്യത കുറവുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉടൻ ശ്രീചിത്രയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ പൂർത്തിയായി. പൂർണ്ണമായും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. സുരേഷ് ഗോപി ശ്രീചിത്രയിലെ നിലവിലെ അവസ്ഥ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. തിങ്കളാഴ്ചയോടെ അമൃത് ഫാർമസിയിൽ നിന്നും മരുന്നുകളും ഉപകരണങ്ങളും നൽകി തുടങ്ങും. എയിംസിൽ ഉൾപ്പെടെ അമൃത് ഫാർമസിയിൽ നിന്നും അവശ്യ മരുന്നുകളും ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ ശ്രീചിത്രയിലെ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം നൽകാനും അമൃത ഫാർമസിയുമായി ശ്രീചിത്ര ധാരണാപത്രത്തിൽ ഏർപ്പെടും. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് 2023 ശേഷം ടെൻഡർ നൽകാത്തതാണ് ശ്രീചിത്രയിലെ ശസ്ത്രക്രിയകൾ മുടങ്ങാൻ കാരണമായത്. തലച്ചോല ഹാമൻജോമ ട്യൂമർ, തലയിലെ രക്തക്കുഴലുകൾ വീർക്കുന്ന രോഗമായ അനൂറിസം, പിത്താശയ ക്യാൻസർ, കരളിലെ ക്യാൻസറിനെ തുടർന്ന് രക്തം, ഛർദി എന്നിവ സംബന്ധിച്ചുള്ള രോഗികളുടെ ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചിരുന്നത്. ജനം, തിരുവനന്തപുരം.